ഏവർക്കും ലാൻഡ്മാർക്സിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ NDA വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ബൈനോമിയൽ തിയറം എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള PYQ കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളുടെ രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗം കാണാത്തവർ കാണണമെന്ന് താല്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായി കാണാൻ താല്പര്യപ്പെടുന്നു. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലോട്ട് കിടക്കുന്നു. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. If TR is the rth term in the expansion of 1 plus x the whole raised to 101, find the ratio of T20 divided by T90. T20 is to T19 കാണണം. അപ്പോൾ ഇതിനൊരു ഫോർമുല നമുക്ക് പരിചയപ്പെടേണ്ട ആവശ്യമുണ്ട്. ആ ഫോർമുല നമുക്ക് നോക്കാം എന്താണ് ഫോർമുല എന്ന് പറയുന്നത്. NCR ഡിവൈഡഡ് ബൈ NCR മൈനസ് 1. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. NCR എന്ന് വെച്ചാൽ NCR ഡിവൈഡഡ് ബൈ NCR മൈനസ് 1 6 1 കുറവ്. ഇവിടെ 20 1 കുറവ് 19. ഇതുപോലത്തെ ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നോക്കാം. NCR എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ ദ ഹോൾ ഡിവൈഡഡ് ബൈ NCR മൈനസ് 1 എന്താണ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു r മൈനസ് 1 ഫാക്ടോറിയൽ. സംശയമൊന്നുമില്ല വിചാരിക്കുന്നു. അപ്പോൾ n ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് പോകുമ്പം ഈ ഡിനോമിനേറ്റർ എഴുതിയിരിക്കുന്നത് ന്യൂമറേറ്ററിൽ പോകും. അപ്പോൾ നമുക്ക് എഴുതാം n മൈനസ് r പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു r മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇത് ഡിനോമിനേറ്റർ വരും n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. അപ്പോൾ എന്താണ് n മൈനസ് r പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ n മൈനസ് r പ്ലസ് 1 ഇൻറ്റു ഇതൊന്ന് കുറയ്ക്കണമല്ലോ. അപ്പോൾ എന്ത് കിട്ടും n മൈനസ് r ഫാക്ടോറിയൽ. r മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ r മൈനസ് 1 ഫാക്ടോറിയൽ ആയിട്ട് എഴുതുക. The whole divided by n minus r factorial into r factorial എന്താണ് r into r minus 1 factorial. അപ്പോൾ r minus 1 factorial r minus 1 factorial n minus r factorial n minus r factorial ലാസ്റ്റ് റിസൾട്ട് നമുക്ക് എന്ത് കിട്ടും n minus r plus 1 divided by r. അപ്പോൾ ഇതാണ് NCR ഡിവൈഡഡ് ബൈ NCR മൈനസ് 1. ഇത് നമ്മൾ ഈ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ T20 ഡിവൈഡഡ് ബൈ T19. T20 ഡിവൈഡഡ് ബൈ T19 കണ്ടുപിടിക്കുന്നത് എന്ത് വേണം? T20 എന്ന് പറഞ്ഞാൽ എന്താണ്? TR പ്ലസ് 1 ആണ് ജനറൽ ടൈം. ദാറ്റ് ഈസ് ഈക്വൽ ടു T19 പ്ലസ് 1 ഡിവൈഡഡ് ബൈ T18 പ്ലസ് 1. T18 പ്ലസ് 1. അപ്പോൾ NCR വേണ്ട. ഇവിടുത്തെ n എത്രയാണ്? 101 ആണ്. 101 C19 ഇൻറ്റു ഫസ്റ്റ് ടൈം 1 ആണ്. അപ്പോൾ സെക്കൻഡ് ടൈം എത്രയാണ്? x റേസ് ടു 19 ഡിവൈഡഡ് ബൈ T18. R18 ആകുമ്പോഴത്തെ എന്താ കിട്ടും? 101 C18 x റേസ് ടു 18. x റേസ് ടു 6 ആണല്ലോ. അപ്പോൾ x റേസ് ടു 18 പറ്റിപ്പോൾ 19 1 101 C19 ഡിവൈഡഡ് ബൈ 101 C18 ഫോർമുല നമുക്ക് ഇവിടെ അറിയാം. n മൈനസ് n എത്രയാണ്? 101 മൈനസ് r എത്രയാണ്? 19 പ്ലസ് 1 ഡിവൈഡഡ് ബൈ r എത്രയാണ്? 19 പ്ലസ് 1 ഇൻറ്റു എക്സ്. അപ്പം നമുക്ക് എത്ര ആൻസർ? ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത് 83 ഡിവൈഡഡ് ബൈ 83 ഡിവൈഡഡ് ബൈ 19 ഇൻറ്റു എക്സ്. 19 ഇൻറ്റു എക്സ് ആണ് T20 ഡിവൈഡഡ് ബൈ T90യുടെ ആൻസർ. അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾ ഈ കണക്ക് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം.
Consider the following statement. The coefficient of middle term in the expansion of 1 plus x raised to 8 is equal to the middle term of x plus 1 by x the whole raised to 8. അപ്പോൾ ഇതെന്താ നോക്കാം നമുക്ക്. എന്താണ് 1 പ്ലസ് എക്സ് റേസ് ടു 8ൻ്റെ മിഡിൽ ടേം. ടോട്ടൽ ടേം എത്രയായിരിക്കും? ടോട്ടൽ ടേം 9 ആയിരിക്കും. 1 പ്ലസ് എക്സിൻ്റെ ടോട്ടൽ ടൈം 9 ആയിരിക്കും. അപ്പം 4 ടൈം ലെഫ്റ്റിലും പോകും, 4 ടൈം റൈറ്റിലും പോകും, 5ാമത്തെ ടേമാണ് അല്ലേ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 5ാമത്തെ ടേം എന്ന് പറയുമ്പോൾ T5 ദാറ്റ് ഈസ് ഈക്വൽ ടു 8CR. NCR ആണല്ലോ. 8C4 ഇൻറ്റു എക്സ് റേസ് ടു 4 ഇൻറ്റു എക്സ് റേസ് ടു 4. ഇതാണ് 8C4 എക്സ് റേസ് ടു 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ കോഫിഷ്യൻ്റാണ് ഇതിനും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ T5 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? T5 ഈസ് ഈക്വൽ ടു, അതും 8 പവർ 8 ആയതുകൊണ്ട് 8C4 എക്സ് റേസ് ടു 8 മൈനസ് 4 ഇൻറ്റു 1 ബൈ എക്സ് റേസ് ടു R എക്സ് റേസ് ടു 4. അപ്പം നമുക്കിവിടെ എന്ത് കിട്ടും? നമ്മളത് പറഞ്ഞിരിക്കുന്ന കൊഫിഷ്യൻ്റ് ഓഫ് ദ മിഡിൽ ടേം. രണ്ടിൻ്റെയും കൊഫിഷ്യൻ്റ് എത്രയാണ്? 8C4 ആണ്. ഇവിടെ 8C4 ആണ്. രണ്ടിൻ്റെയും കൊഫിഷ്യൻ്റ് നമുക്കിവിടെ തുല്യമാണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ കറക്റ്റ് എന്ന് നമുക്ക് പറയാം. ഇനി എന്താണ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്? കൊഫിഷ്യൻ്റ് ഓഫ് ദ മിഡിൽ ടേം ഓഫ് ദ എക്സ്പാൻഷൻ 1 പ്ലസ് എക്സ് ദാറ്റ് ഈസ് ഇതാണ് 8C4 എക്സ് റേസ് 4 ആണ് മിഡിൽ ടേം. നമുക്കത് കിട്ടിയതാണ്. ഈസ് ലെസ് ദാൻ ദ കൊഫിഷ്യൻ്റ് ഓഫ് ദ ഫിഫ്ത്ത് ടേം ഓഫ് ദ എക്സ്പാൻഷൻ. ലെസ് ദാൻ എന്നാണ് അവർ പറയുന്നത്. ലെസ് ദാൻ ദ കൊഫിഷ്യൻ്റ് ഓഫ് 1 പ്ലസ് എക്സ് പ്ലസ് റേസ് ടു 7. 7 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ടൈം കാണും? 8 ടൈം കാണും. അപ്പോൾ ഏതാണ്? 1 2 3 4 5 6 7 8. അപ്പം 4 ടൈം. ഈ 2 ടൈമാണ് മിഡിൽ ടൈമായിട്ട് വരുന്നത്. കൊഫിഷ്യൻ്റ് ഓഫ് ഫിഫ്ത്ത് ടൈം, സിക്സ്ത് 1. ഇത് ലെസ് ദാൻ ദ കൊഫിഷ്യൻ്റ് ഓഫ് ഫിഫ്ത്ത് ടൈം ആകുമ്പോൾ 6. 1 2 3 4 5 6. അപ്പോൾ ഏതാണ്? ഇത് രണ്ടുമാണ് കൊഫിഷ്യൻറ്റിൻ്റെ വരുന്നത് അല്ലേ. കൊഫിഷ്യൻ്റ് ഓഫ് 1 പ്ലസ് എക്സ് റേസ് ടു 7ൻ്റെ കൊഫിഷ്യൻ്റായിട്ട് വരുന്നത്. ഇവിടെ മിഡിൽ ടൈം ചോദിക്കുന്നില്ല. ലെസ് ദാൻ ദ കൊഫിഷ്യൻ്റ് ഓഫ് ദ ഫിഫ്ത്ത് ടൈമാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ ഫിഫ്ത്ത് ടൈമിൻ്റെ R എത്രയാണ്? ഫിഫ്ത്ത് ടൈമിൻ്റെ R 4 ആണ്. 1 പ്ലസ് എക്സ് റേസ് ടു 7 എന്ന് പറയുമ്പോൾ 7C4 എക്സ് റേസ് ടു 4 ആണ്. അപ്പം 8C4 ആണ്. 8C4 എന്ന് പറയുന്നത് 7C4നെ കാട്ടി ചെറുതാണെന്നാണ് അവർ പറയുന്നത്. അത് ആണോ അല്ല. അപ്പോൾ 8C4 എപ്പോഴും വലുതാൻ നമുക്കറിയാം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ആൻസറിലാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആൻഡ് സെക്കൻഡ് ഈസ് റോങ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ചോദ്യത്തിലൂടെ കടക്കാം നമുക്ക്. ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് ക്യൂബ് മൈനസ് 1 by x cube the whole raised to n, where n is a positive integer, the sum of coefficient of x raised to 5 and x raised to 10 is 0. Find n. നമ്മൾ ഇത് കണക്ക് ചെയ്യും. നമ്മളൊരു ഫോർമുല, ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒന്നുകൂടെ പറയാം. ഫോർമുല പറഞ്ഞിരിക്കുന്നത് if x raised to p minus 1 by x raised to q the whole raised to n, find coefficient of x raised to m. അങ്ങനെയാണെങ്കിൽ നമുക്ക് R കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല എന്താണ്? R ഈസ് ഈക്വൽ ടു NP മൈനസ് M ഡിവൈഡഡ് ബൈ P പ്ലസ് Q. NP മൈനസ് M ഡിവൈഡഡ് ബൈ P പ്ലസ് Q. ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഇവിടെ നമുക്ക് x raised to 5 കണ്ടുപിടിക്കണം. ഇവിടെ എന്തൊക്കെയാണ് P എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. Q എന്ന് പറയുന്നത് 2 ആണ്.
എം എന്ന് പറയുന്നത് എന്താണ്? എം രണ്ടെണ്ണം ഉണ്ട്. x⁵5 ഉണ്ട്, x⁻10 ഉണ്ട്. അപ്പം നമുക്ക് ഈ m ഈസ് ഈക്വൽ ടു 5, R1 എത്ര ആയിരിക്കും? R1 എന്ന് പറയുന്നത് എന്നിന് പകരം n തന്നെ കൊടുക്കുക, n കാണും കണ്ടുപിടിക്കട്ടെ. ഇൻറ്റു പി എന്ന് പറയുന്നത് 3 ആണ്, മൈനസ് എം എത്രയാണ്? 5 ആണ്, ഡിവൈഡഡ് ബൈ പി പ്ലസ് ടു 3 + 2 5 ആണ്. അതുപോലെ ഈ എം ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു R കിട്ടാൻ R2 എന്ന് വിളിക്കുന്നത് എത്ര കിട്ടി? n × 3 - 10 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഇതിൻ്റെ കൊഫിഷ്യൻ്റ് എന്താണ്? NC5ൻ്റെ കോഫിഷ്യൻസ്, x⁵5ൻ്റെ കോഫിഷ്യൻറ്റ് NC6 എത്രയാണ്? 3n - 5 ഡിവൈഡഡ് ബൈ 5. ഇനി എന്താണ് അടുത്ത കോഫിഷ്യൻ്റ് എത്രയാണ്? NC3n - 10 ഡിവൈഡഡ് ബൈ 5. ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് സം ഓഫ് ദ കോഫിഷ്യൻ്റ് ഈസ് ഈക്വൽ ടു 0. സം ഓഫ് ദ കോഫിഷ്യൻ്റ് 0 എന്ന് പറയുമ്പോൾ എന്താണ്? ആ രണ്ട് ടേമും തുല്യമായിരിക്കും എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഈ രണ്ട് ടേമിൻ്റെ കോഫിഷ്യൻസ് തുല്യമാണെങ്കിൽ മാത്രമേ അവയുടെ സം 0 ആയി പോകുള്ളൂ. അപ്പം നമുക്ക് എഴുതാം NC3n - 5 divided by 5 is equal to NC3n - 10 divided by 5 എഴുതാം. രണ്ടിൻ്റെ കോഫിഷ്യൻസ് തുല്യമായതുകൊണ്ട് ആണ് അപ്പോൾ സം 0 ആവുന്നത്. അപ്പോൾ വേറൊരു ഫോർമുല ഇവിടെ പഠിച്ചിട്ടുണ്ട്. if NCX is equal to NCY then n is equal to x plus y. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. n is equal to 3n - 5 divided by 5 plus 3n - 10 divided by 5. 5 കോമൺ ആണ്. അപ്പോൾ കോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5n. 3n പ്ലസ് 3n കൂട്ടുമ്പോൾ 6n. അത് ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ -6n ഈസ് ഈക്വൽ ടു -5 -10 കൂട്ടുമ്പോൾ -15. അപ്പോൾ 5n - 6n എന്ന് പറഞ്ഞാൽ -n ഈസ് ഈക്വൽ ടു -15. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? n ഈസ് ഈക്വൽ ടു 15 എന്ന ആൻസർ നമുക്ക് കിട്ടുന്നു. നിങ്ങൾക്ക് എക്സ്പാൻഷൻ ഓഫ് 3x - x³ ഡിവൈഡഡ് ബൈ 6 ദ ഹോൾ റൈസ് ടു 9. അപ്പം നമ്മൾ പഠിച്ച ട്രിക്സ് എന്താണ് ഫോർമുല? x⁻p - 1/x⁻q ദ ഹോൾ റൈസ് ടു n ആണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ എങ്ങനെ എഴുതാം? 3x - 1/6 × x⁻³ ദ ഹോൾ റൈസ് ടു 9 എഴുതാം. ഇവിടെ എന്തൊക്കെ നമുക്ക് കിട്ടി? p ഈസ് ഈക്വൽ ടു 1, q ഈസ് ഈക്വൽ ടു -3, m ഈസ് ഈക്വൽ ടു 17, m⁻17 ആണ് കണ്ടുപിടിക്കേണ്ടത്. m ഈസ് ഈക്വൽ ടു 70 ആൻഡ് n ഈസ് ഈക്വൽ ടു 9. അപ്പോൾ r എത്രയാണ്? r ഈസ് ഈക്വൽ ടു np - m ഡിവൈഡഡ് ബൈ p പ്ലസ് q ദാറ്റ് ഈസ് ഈക്വൽ ടു n എന്ന് പറയുന്നത് 9 ആണ്. 9 × 1 - 17 ഡിവൈഡഡ് ബൈ p പ്ലസ് q 1 പ്ലസ് -3 ഈസ് ഈക്വൽ ടു -8/- 2 ഈസ് ഈക്വൽ ടു +4. അപ്പം നമുക്ക് 4 കിട്ടി. അപ്പം TR plus 1 ഈസ് ഈക്വൽ ടു NCR ദാറ്റ് ഈസ് ഈക്വൽ ടു 9C4 x⁻n - that is equal to 3x⁻n - r 9 - 4 ആണ് 5 into -x³ the whole raised to 6 the whole power r is equal to 4. അപ്പോൾ നമുക്ക് x³ ഒന്നും വേണ്ട, നമുക്ക് കോഫിഷ്യൻ്റ് മാത്രം മതി. 9C4 into 3⁵ into -1 ഹോൾ റൈസ് ടു 4 വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ അത് പോട്ടെ. 1 ഡിവൈഡഡ് ബൈ 6⁻4 നമുക്ക് എങ്ങനെ എഴുതാം? 2⁻4 into 3⁻4 എഴുതാം. അപ്പം 3⁻4ഉം 3⁵5ഉം വെട്ടിപ്പോവും. 9C4 എന്ന് വെച്ചാൽ എത്രയാണ്? 9 × 8 × 7 × 6. പിന്നെന്താ ഉള്ളത്? ഈ ഒരു 3 ഇവിടെ എഴുതുക, 3 ഇവിടെ എഴുതി ഡിവൈഡഡ് ബൈ 1 × 2 × 3 × 4 into
2/4 എന്നുള്ളത് എത്രയാണ്? 16 ഇവിടെ എഴുതി. അപ്പോൾ 8 16 വെട്ടിയപ്പോൾ 2 പ്രാവശ്യം കിട്ടി. 3 2 6 6 വെട്ടി. ഇനി നമുക്ക് ബാക്കി വെട്ടാനൊന്നുമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 7 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിട്ട്? 7 3 21 189 189 ഡിവൈഡഡ് ബൈ 8 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാം. The independent term of x in the independent expansion of x square. ഇത് നമുക്ക് അതേ സെയിം ട്രിക്സ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. എന്താണ്? ഇൻഡിപെൻഡന്റ് ടേം ആകുമ്പം r ഈസ് ഈക്വൽ ടു എൻ പി ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ. പി പ്ലസ് ക്യൂ എന്ന് വെച്ചാൽ എം എന്ന സാധനമില്ല. എം എന്ന സാധനം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ആ എമ്മിനെ ഒഴിവാക്കാം. അപ്പോൾ ഇവിടെ n എത്രയാണ്? n 9 ആണ്. പി എത്രയാണ്? 2 ആണ്. ക്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ r ഈസ് ഈക്വൽ ടു എൻ പി 9 ഇൻറ്റു 2 divided by p plus q 2 plus 1 that is equal to 9 into 2 is equal to 18 by 3 is equal to r is equal to 6 എന്ന് കിട്ടും. r is equal to 6 കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ്? ടി ആർ പ്ലസ് 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് ഈക്വൽ ടു എൻ സി ആർ 9C6 ഇൻഡിപെൻഡൻറ്റ് എക്സിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ടൈം ഇല്ലല്ലോ. അപ്പം 9 പിന്നെന്താണ്? അവരുടെ മൈനസ് ആയതുകൊണ്ട് -1/6 നമുക്ക് വിടാം. അപ്പം -1/6 എത്ര ആയിരിക്കും? എപ്പോഴും 1 ആയിരിക്കും. അപ്പം 9C6 എത്രയാണ്? 9C6ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 9C6 ഈക്വൽ ആരാണ്? 9C9 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 9C3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ എന്താണ്? 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3. അപ്പം 2 8 4 3 3 9. അപ്പം 12 7 84 ഉത്തരം കിട്ടും നമുക്ക്. ഇതാണ് ഇൻഡിപെൻഡൻറ്റ് ടൈംസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.